उस समय भारत की जनता एक होकर अपनी सेना के साथ खड़ी हुई, अपने नेतृत्व के साथ खड़ी हुई, अपने असूलों के साथ खड़ी हुई. പ്രിയങ്ക ഗാന്ധി രണ്ടും കൽപ്പിച്ചാണ്. ഇപ്പോഴിതാ പലസ്തീൻ ബാഗിനു പിന്നാലെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്ന ബാഗുമായി ലോക്സഭയിൽ എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് MP പ്രിയങ്ക ഗാന്ധി. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒപ്പം എന്നെഴുതിയ ബാഗാണ് പ്രിയങ്ക കയ്യിൽ കരുതിയത്. പലസ്തീന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ബാഗുമായി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ എത്തിയതിനെ ചൊല്ലി വലിയ വിമർശനം തന്നെ ഉയർന്നിരുന്നു. പലസ്തീൻ എന്നെഴുതിയ ബാഗായിരുന്നു പ്രിയങ്ക കരുതിയത്. പലസ്തീനോടുള്ള ഐക്യദാർഢ്യത്തിന്റെ അടയാളമായ തണ്ണിമത്തന്റെ ചിത്രങ്ങളും ബാഗിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ പലസ്തീൻ നയതന്ത്ര പ്രതിനിധി ആബിദ് എൽ റാസഖ് അബി ജാസറുമായും പ്രിയങ്ക ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ആബിദ് നൽകിയ ബാഗാണ് പ്രിയങ്ക കയ്യിൽ കരുതിയത്. അതേസമയം വിഷയത്തിൽ പ്രിയങ്കയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് BJP ഉയർത്തുന്നത്. പ്രിയങ്കയുടേത് പ്രീണന രാഷ്ട്രീയമാണെന്നായിരുന്നു കുറ്റപ്പെടുത്തൽ. വാർത്തയ്ക്കു വേണ്ടിയാണ് ചിലർ ഇതൊക്കെ ചെയ്യുന്നത്. ജനങ്ങളാൽ തിരസ്കരിക്കപ്പെടുമ്പോഴാണ് ഇത്തരത്തിൽ വാർത്തയുണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്നായിരുന്നു BJP MP ഗുലാം അലി ഖഡാനയുടെ വിമർശനം. മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ അവരുടെ വോട്ട് ലഭിക്കാനുള്ള തന്ത്രങ്ങളാണിതൊക്കെയെന്ന് MP മനോജ് തിവാരിയും പരിഹസിച്ചു. പലസ്തീനു വേണ്ടി സംസാരിക്കുന്ന പ്രിയങ്ക എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങളിൽ യാതൊരു പ്രതികരണവും നടത്താത്തത് എന്ന വിമർശനവും ചിലർ സോഷ്യൽ മീഡിയയിലൂടെ ഉയർത്തിയിരുന്നു. എന്നാൽ ഈ വിമർശനത്തിന് ചുട്ട ഭാഷയിൽ പ്രിയങ്ക മറുപടിയും നൽകി. വിമർശനങ്ങളെല്ലാം യാഥാസ്ഥിക പുരുഷാധിപത്യ നിലപാടാണ്. ഞാൻ എന്തു വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? സ്ത്രീകൾ എന്ത് ധരിക്കണമെന്നതൊക്കെ തീരുമാനിക്കുന്നത് പുരുഷാധിപത്യ നിലപാടാണ്. അതൊന്നും അംഗീകരിക്കാൻ എനിക്ക് സാധിക്കില്ല. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ധരിക്കും. പലസ്തീൻ അടക്കമുള്ള വിഷയങ്ങളിലുള്ള നിലപാട് ഞാൻ നേരത്തെ വ്യക്തമാക്കിയതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പരിശോധിക്കാം എന്നായിരുന്നു പ്രിയങ്കയുടെ ചൂടൻ മറുപടി. അനാവശ്യ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നിൽക്കാതെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും പ്രിയങ്ക പ്രതികരിച്ചു. ഇപ്പോഴും ബംഗ്ലാദേശിൽ പ്രശ്നങ്ങൾ നടക്കുകയാണ്. പാവപ്പെട്ട ജനങ്ങൾ കൂട്ടക്കൊല ചെയ്യപ്പെടുകയാണ്. എന്നാൽ പ്രധാനമന്ത്രിയും BJP സർക്കാരും മൗനം പാലിക്കുകയാണ്. അത് പാടില്ല. ഈ വിഷയത്തിൽ നമ്മൾ നിലപാടെടുക്കണമെന്നാണ് പ്രിയങ്ക ആവശ്യപ്പെട്ടത്. പ്രിയങ്ക സംസാരിക്കുന്നതിനിടെ 3 തവണയാണ് മൈക്ക് ഓഫ് ചെയ്തത്. ലോക്സഭയുടെ 0 അവറിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ പീഡനത്തിന്റെ വിഷയം ഉന്നയിക്കണമെന്ന് പ്രിയങ്ക കേന്ദ്രത്തോട് പറഞ്ഞിരുന്നു. സംസാരിക്കാൻ സമയം കിട്ടാത്തതിനു പിന്നാലെ കോൺഗ്രസ് പ്രതിഷേധവും ഉയർത്തി. അതേസമയം പലസ്തീൻ എന്നെഴുതിയ ബാഗുമായായിരുന്നു പ്രിയങ്ക ഗാന്ധി വന്നത്. പലസ്തീനിലുള്ള ഐക്യദാർഢ്യത്തിന്റെ സന്ദേശമായാണ് പലസ്തീൻ ബാഗുമായി എത്തിയത്. പ്രിയങ്ക പലസ്തീനെ പിന്തുണച്ച ബാഗുമായി എത്തിയ രീതിക്കെതിരെ പ്രിയങ്കയ്ക്ക് നേരെ രൂക്ഷ വിമർശനമായിരുന്നു BJP ഉയർത്തിയത്.